രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെടുക്കുന്നതിൽ നിലപാടില്ലാതെ ആടിയുലഞ്ഞു കോൺഗ്രസ്. കടുത്ത നടപടിയെടുത്തില്ല എങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിച്ചു. എന്നാൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുമോ എന്ന ചോദ്യത്തിന് KPCC അധ്യക്ഷൻ മറുപടി പറഞ്ഞില്ല. രാഹുൽ ഗാന്ധിക്ക് പരാതി കിട്ടിയോ എന്ന ചോദ്യത്തിൽ നിന്ന് സണ്ണി ജോസഫ് ഒഴിഞ്ഞുമാറി. CPIM നേതാക്കൾക്കെതിരായ കേസുകളും സ്വർണ്ണക്കൊള്ളയും ഉയർത്തി പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ നാവ് നഷ്ടപ്പെട്ട കോൺഗ്രസ് നിലപാടില്ലാതെ നട്ടം തിരിയുകയാണ്. പാർട്ടിയുടെ ബാനറിൽ ജയിച്ച MLAയുടെ ക്രൂരകൃത്യങ്ങൾ തെളിവ് സഹിതം കോടതിയിലെത്തിയതോടെ ഒരു വിഭാഗം പുറത്താക്കലും രാജിയും ആവശ്യപ്പെടുന്നു. മറുഭാഗം CPMനെതിരായ പരാതി ഉയർത്തി പ്രതിരോധിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. നിലപാട് പറയാൻ നേതാക്കൾ ചട്ടം കെട്ടിയ KPCC അധ്യക്ഷനോട് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ: ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്കല്ല, ആലോചിച്ച് തീരുമാനിക്കണം. രാഹുലിനെതിരെ മുൻപ് പരാതി ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ സണ്ണി ജോസഫ് ഇന്ന് മലക്കം മറിഞ്ഞു. എനിക്ക് എന്തെങ്കിലും ഒരു പരാതി കിട്ടി, നേരത്തെ ഒന്ന് അയച്ചു കിട്ടി, അത് മുഖ്യമന്ത്രി കൊടുത്ത പരാതി, അതിന്റെ കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി മുഖ്യമന്ത്രി പോലീസിൽ അയച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് പിന്നെ എനിക്ക് അത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവിനും കിട്ടി. നേരെ രാഹുൽ ഗാന്ധിക്കാണ് ആദ്യം പോകുന്നത്, ഇവിടെ ഒന്നുമല്ല. എത്ര പരാതി കിട്ടിയെന്നും രാഹുൽ ഗാന്ധിക്ക് എപ്പോഴാണ് പരാതി ലഭിച്ചതെന്നും ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ: അതെനിക്കറിയില്ല. രാഹുൽ ഗാന്ധിക്ക് അയച്ച പരാതിയുടെ ഒരു കോപ്പിയാണ് എനിക്ക് തന്നെ. അതെ, രണ്ടും അയച്ചോ, ഞാൻ അത്രയും കൃത്യമായിട്ട് വേണമെങ്കിൽ നോക്കി പറയാം. KPCC അധ്യക്ഷൻ ഒളിച്ചുകളി തുടരുന്നതിനിടെ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയുമായി VD സതീശനും ചെന്നിത്തലയും രംഗത്തെത്തി. നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും. പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ യുക്തമായ നടപടി എടുക്കും എന്നാണ് എന്റെ വിശ്വാസം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചോദ്യത്തോട് മറുചോദ്യങ്ങളില്ലേ എന്നും 6ാം തവണയാണ് ഉത്തരം പറയുന്നതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഞാനിതിപ്പോൾ 6ാമത്തെ തവണയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. രാജ്മോഹൻ ഉണ്ണിത്താന് പിന്നാലെ രാഹുലിനെതിരെ കടുത്ത ഭാഷയിലാണ് K മുരളീധരൻ പ്രതികരിച്ചത്. പുകഞ്ഞ കൊള്ളി പുറത്തെന്നും കൊള്ളിയെ പിന്തുണയ്ക്കുന്നവർക്കും പുറത്തു പോകാമെന്നും മുരളീധരൻ കട്ടായം പറഞ്ഞു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്നും മുരളീധരൻ. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്, ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. അതേസമയം രാഹുലിനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ താൻ പണിയെടുത്തിട്ടുണ്ടെന്നും പക്ഷേ തന്റെ വ്യക്തിബന്ധം നടപടിയെ സ്വാധീനിക്കില്ലെന്നും ഷാഫി പറമ്പലിന്റെ ന്യായീകരണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനതാക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ അയാളും പാർട്ടിയും തീരുമാനിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു. പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ അടുപ്പക്കുറവ് പാർട്ടിയുടെ ഏതെങ്കിലും തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതാക്കളോട് ചോദ്യം ചോദിച്ച മാധ്യമങ്ങളെ ആക്രമിച്ച് നിശബ്ദരാക്കാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പക്ഷം. ദീപാദാസ് മുൻഷി ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എല്ലാം പരിശോധിച്ച് പാർട്ടി നിലപാടെടുക്കാമെന്നാണ് നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്നാൽ ആ നിലപാട് എന്താണെന്നും ആരാണ് അത് പറയുക എന്നതിലും കോൺഗ്രസിന് മറുപടിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.